ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങളിൽ എൻ്റെ സാഷ്ടാംഗ പ്രണാമം. ശ്രീ മങ്ങാട് ബാലേന്ദ്രൻ സാറിൻ്റെ ഗുരുദേവ കഥാസാഗരം ഭാഗം 15 അവർക്ക് ഈശ്വരൻ കൊടുത്തതല്ലല്ലോ. ഭാഗം 15 അവർക്ക് ഈശ്വരൻ കൊടുത്തതല്ലല്ലോ ഇവിടെ ആരംഭിക്കുന്നു. പ്രായമേറിയവരോടെല്ലാം നാണു വളരെ ആദരവോടെയാണ് പെരുമാറിയിരുന്നത്. തൊഴിലോ ജാതിയോ ധനസ്ഥിതിയോ നോക്കി അവരെ ഒരു സന്ദർഭത്തിൽ പോലും നാണു തരംതിരിച്ചു കണ്ടിരുന്നില്ല. എല്ലാവരും നാണുവിന് ഒരുപോലെയായിരുന്നു. അതുകൊണ്ട് തന്നെ നാണുവിൻ്റെ പെരുമാറ്റം ആരിലും മതിപ്പുളവാക്കുന്നതായിരുന്നു. പാടത്തും പറമ്പിലുമൊക്കെ വേല ചെയ്യുന്നവരിൽ പ്രായമുള്ളവരെ നാണു സഹായിക്കുക പതിവായിരുന്നു. ദാരിദ്ര്യം കൊണ്ട് കഷ്ടപ്പെടുന്നവർക്ക് നെല്ലും തേങ്ങായും കൊടുക്കുവാനും നാണു പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. പഠിപ്പില്ലാത്ത ദിവസങ്ങളിൽ വേലക്കാരെ നോക്കാനും വേലയിൽ കളവ് കാണിക്കുന്നവരെ കണ്ടെത്താനും നാണുവിനെയാണ് മാടനാശാൻ കൃഷിയിടത്തേക്ക് അയച്ചിരുന്നത്. എന്നാൽ അതിലൊന്നിലും നാണുവിന് താല്പര്യമുണ്ടായിരുന്നില്ല. വേലക്കാർ പണിയെടുക്കുന്ന നേരങ്ങളിൽ നാണു അവരെയും നോക്കി നിൽക്കാതെ നാട്ടുവഴികളിൽ കൂടി വെറുതെ ചുറ്റിക്കറങ്ങുക പതിവായിരുന്നു. ഒരു ദിവസം അത്തരമൊരു നടപ്പിനിടയിൽ ഒരു കുടിലിൽ നിന്നും കനത്ത പുകച്ചുരുളുകൾ ഉയരുന്നത് നാണു കാണുവാനിടയായി. നാണു വേഗം നടന്ന് ആ കുടിലിൻ്റെ മുറ്റത്തെത്തി. അവിടെ എങ്ങും ആരെയും കാണാനുണ്ടായിരുന്നില്ല. വിളിച്ചു നോക്കിയിട്ടും അവിടെ ആളനക്കമുള്ളതായി തോന്നിയില്ല. നാണു പതുക്കെ മണ്ണുകൊണ്ടുണ്ടാക്കിയിട്ടുള്ള തിണ്ണയിലേക്ക് കയറി. കെട്ടും പൂട്ടുമില്ലാത്ത പനമ്പിൽ വാതിലിൻ്റെ പഴുതിലൂടെ ഉള്ളിലേക്ക് നോക്കി. അടുപ്പിലിരിക്കുകയായിരുന്ന കൊച്ചു മൺകലത്തിൽ നിന്നും തിളച്ചു മറിയുന്ന കഞ്ഞി കവിഞ്ഞ് ആ കലത്തിന് ചുറ്റാകെ ഇറങ്ങുന്നത് നാണു കണ്ടു. ആ അടുപ്പിലെ തീ പടർന്ന് പാതാമ്പുറത്ത് അടുക്കി വെച്ചിരിക്കുന്ന വിറക് കൊള്ളികളിലേക്ക് പിടിച്ചിരിക്കുന്നതും കണ്ടു. ഉടനെ എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ ആ കഞ്ഞി മുഴുവനും അടുപ്പിലേക്ക് തൂവിപ്പോകും. തന്നെയുമല്ല, വിറക് കൂട്ടത്തിന് തീ പിടിച്ചാൽ ഓല കൊണ്ടുണ്ടാക്കിയിട്ടുള്ള ആ കുടിലാകെ നിമിഷ നേരം കൊണ്ട് ചാമ്പലായി തീരുകയും ചെയ്യും. പിന്നെ നാണു യാതൊന്നും ആലോചിച്ചില്ല. കതക് തള്ളിത്തുറന്നു. പുകച്ചുരുളുകൾ വകവയ്ക്കാതെ അടുപ്പിൽ നിന്നും തൂവിയിറങ്ങിയ കഞ്ഞിക്കലം താഴെ ഇറക്കി വെച്ചു. ഓലച്ചുവരിനടുത്തിരുന്ന ഒരു മൺചട്ടിയിലെ വെള്ളമെടുത്ത് കുടഞ്ഞു വിറകിലേക്ക് പടർന്നിരുന്ന തീയുമണച്ചു. ഹാവു! നാണു നെടുവീർപ്പിട്ടു. പുകയേറ്റിട്ട് കണ്ണിൽ നിന്നും മൂക്കിൽ നിന്നുമൊക്കെ വെള്ളമൊലിച്ചിറങ്ങിയെങ്കിലും നാണുവിന് എന്തെന്നില്ലാത്ത ആശ്വാസവും സന്തോഷവും ഉണ്ടായി. ഈ നേരത്തു താൻ ഇതുവഴി വന്നില്ലായിരുന്നെങ്കിൽ വേലയും കഴിഞ്ഞ് മടങ്ങിയെത്തുന്ന ആ സാധുക്കൾക്ക് കുടിക്കാൻ ഒരിറ്റു കഞ്ഞിയോ കിടക്കാൻ കുടിയോ ഉണ്ടാകുമായിരുന്നില്ല. ഒക്കെ കത്തി ചാമ്പലായി പോകുമായിരുന്നു. ആ കുടിലിൻ്റെ കതക് പഴയപടി ചാരി വെച്ചിട്ട് നാണു പുറത്തിറങ്ങി. അതാകട്ടെ അതുവഴി വന്ന ഒരാൾ കണ്ടു. അയാൾ തെല്ല് അമ്പരപ്പോടെ നാണുവിനോട് ചോദിച്ചു, നാണുവിന് ഈ പുലയക്കുടിയിൽ എന്താ കാര്യം? തീണ്ടലും തൊടിയിലുമൊക്കെ മാടനാശാന്റെ മകന് വേണ്ടെന്നായോ? ഒക്കെ അശുദ്ധമാക്കിയല്ലോ. കുടിക്കാനും കിടക്കാനുമുള്ളത് നശിക്കാതെ നോക്കുന്നത് എങ്ങനെ അശുദ്ധമാകും? നാണുവിൻ്റെ മറുചോദ്യം കേൾക്കാൻ നിൽക്കാതെ അയാൾ ധൃതിയിൽ നടന്നുപോയി. പോകുന്ന വഴിക്ക് കണ്ടവരോടെല്ലാം അത് പറഞ്ഞാണ് പോയത്. അങ്ങനെ ആ വിവരം മാടനാശാന്റെ കാതിലുമെത്തി. അഭിമാനിയായിരുന്ന ആശാന് അത് വലിയ മാനക്കേടായി തോന്നി. വ്യാപാരത്തെത്തിയ മാടനാശാൻ നാണുവിനെ വീട്ടിനകത്തു നിന്നും പുറത്തേക്ക് വിളിച്ചിറക്കി. ആശാന്റെ നോട്ടത്തിലും ശബ്ദത്തിലുമുള്ള പന്തികേട് നാണു ഊഹിച്ചറിഞ്ഞു. നാണു, നീ ഇന്ന് ഒരു പുലയക്കുടിയിൽ കയറിയോ? ദേഷ്യവും സങ്കടവും കൊണ്ട് ആശാന്റെ കണ്ടമിടറിയിരുന്നു. ഉവ്വ്, ഞാൻ ആ നേരത്ത് അതിനുള്ളിൽ കടന്നില്ലായിരുന്നെങ്കിൽ ആ സാധുക്കൾക്ക് ഇന്ന് കുടിക്കാനുള്ള
കഞ്ഞി മുഴുവനും തിളച്ചു തൂവി പോകുമായിരുന്നു. അടുപ്പിൽ നിന്നും പടർന്ന തീയിൽപ്പെട്ട് ആ കുടിലാകെ ചാമ്പലായി തീരുകയും ചെയ്യുമായിരുന്നു. കഷ്ടം! കുടിക്കാനും കിടക്കാനുമുള്ളതെല്ലാം നഷ്ടപ്പെട്ടാൽ അവർ എവിടേക്ക് പോകും? അവർക്കും നമുക്കും ഒരേ ഈശ്വരൻ തന്നെയല്ലേ അന്നവസ്ത്രാദികളൊക്കെയും മുട്ടാതെ തന്നു രക്ഷിക്കുന്നത്. നാണു പറഞ്ഞു. എങ്കിലും അയിത്തമുള്ളവരല്ലേ അവരൊക്കെ. മാടനാശാൻ ആശങ്കപ്പെട്ടു. അതവർക്ക് ഈശ്വരൻ കൊടുത്തതല്ലല്ലോ. നാണുവിൻ്റെ ആ വാക്കുകൾ മാടനാശാന്റെ കാതിലല്ല, ഹൃദയത്തിലാണ് തറച്ചത്. ഭക്തവത്സല ഭക്തവത്സല ശിവഗിരിനാഥ, ദീനദയാലോ ദീനദയാലോ ശിവഗിരിനാഥ. ഭക്തവത്സല ഭക്തവത്സല ശിവഗിരിനാഥ, ദീനദയാലോ ദീനദയാലോ ശിവഗിരിനാഥ. ശ്രീ മങ്ങാട് ബാലേന്ദ്രൻ സാറിൻ്റെ ഗുരുദേവ കഥാസാഗരം ഭാഗം 15 അവർക്ക് ഈശ്വരൻ കൊടുത്തതല്ലല്ലോ ഇവിടെ അവസാനിച്ചിരിക്കുന്നു. ഇതിൽ വന്നിട്ടുള്ള തെറ്റുകുറ്റങ്ങൾ സദയം ക്ഷമിക്കണമെന്ന് ഗുരുദേവനാമത്തിൽ അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. ഗുരുധർമ്മം വിജയിക്കട്ടെ.